ഹായ് ഹലോ. സോ ഇന്ന് നമുക്കൊരു കുട്ടി പെയിൻറ്റിങ് ചെയ്താലോ? ഭയങ്കര സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ഒരു പെയിൻറ്റിങ് ബ്രഷ് എടുക്കുക, വെള്ളം ഒന്ന് തടവി മൊത്തത്തിലായിട്ട് ഷീറ്റിൽ എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്തിടുക. അതിനുശേഷം എന്ത് ചെയ്താൽ മതി, നമ്മുടെ കയ്യിൽ പാലറ്റിലുള്ള എല്ലാ പെയിൻറ്റുകളും നമ്മൾ എന്ത് കുഞ്ഞു 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 കുഞ്ഞ് ഡോട്ടുകളായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഡോട്ടായിട്ട് ഇടുന്ന സമയത്ത് ചെറുതായിട്ട് വെള്ളം നനവല്ലേ, അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ. ഇനി ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് തട്ടി 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 ഒന്ന് ഇട്ട് കൊടുക്കുക ബ്രഷ് വെച്ച് തന്നെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സ്പ്രെഡ് ചെയ്തൊരു എഫക്റ്റ് കിട്ടും. അതിനുവേണ്ടി മാത്രം നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് ശ്രദ്ധിച്ചോ, ഓരോ നിറം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഭംഗി മാറി മാറി വരുന്നത്. കളർഫുൾ ആവുന്ന കണ്ടില്ലേ? ഈ കളർഫുൾ ആവുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇതിൽ കാണാൻ. അതുപോലെയാണ് നമ്മുടെ ജീവിതം. സോ ജീവിതത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, കളർഫുള്ളാക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ പെയിൻ്റ് അടിയിലോട്ട് നമുക്ക് തിരിച്ചു തരാം. ഇതെന്ത് ചെയ്യുക, നമ്മൾ ഇതുപോലെ എല്ലാം പെയിൻ്റ് അടിച്ച് ഫുള്ള് കളർഫുള്ളാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഉണക്കാൻ വയ്ക്കാം. ഉണങ്ങി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്നുകിൽ പടം വരയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാം. ഒരു ഫോട്ടോ, ക്യാപ്ഷനോ എന്തെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇതോടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. നമ്മുടെ പെയിൻറ്റിംഗ് ആയി. സിമ്പിളല്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്.